ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിൽ സർഫറാസ് ഖാൻ റണ്ണൌട്ടായത് വളരെയധികം ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ സർഫറാസ് ഖാൻ 66 പന്തിൽ 62 റൺസ് എടുത്താണ് പുറത്തായത്. അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ അർദ്ധ സെഞ്ചുറി അടിച്ച് മുന്നേറിയ താരത്തിന്റെ മുന്നിൽ നിർഭാഗ്യം റണ്ണൌട്ടിന്റെ രൂപത്തിൽ എത്തുകയായിരുന്നു. രവീന്ദ്ര ജഡേജയുമായുള്ള ധാരണപ്പിശകിൽ സർഫറാസ് ഖാൻ റണ്ണൌട്ടായത് പിന്നീട് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനു പിന്നാലെ കുറ്റം സമ്മതിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രവീന്ദ്ര ജഡേജ. സർഫറാസ് ഖാനോട് വിഷമം തോന്നുന്നു. അത് എന്റെ തെറ്റായ കോൾ ആയിരുന്നു. അവൻ നന്നായി കളിച്ചു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് രവീന്ദ്ര ജഡേജ തന്റെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പുറത്തായതിനു പിന്നാലെ ആറാമനായി ക്രീസിലെത്തിയ സർഫറാസ് 48 പന്തുകളിൽ നിന്നാണ് ആദ്യ അർദ്ധ സെഞ്ചുറി തികച്ചത്. ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ അതിവേഗ അർദ്ധ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡും ഇതോടുകൂടി സർഫറാസ് ഖാൻ നേടിയിരുന്നു. രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം മികച്ച പിന്തുണ നൽകിയ സർഫറാസ് ഖാൻ ഇന്ത്യൻ സ്കോർ 300 കടന്നതിന് പിന്നാലെയാണ് റണ്ണൌട്ടായത്. ജെയിംസ് ആൻഡേഴ്സന്റെ പന്തിൽ മിഡോണിലേക്ക് തട്ടിയിട്ട ജഡേജ സിംഗിളിനായി ശ്രമിച്ചു. സർഫറാസ് ഓടിത്തുടങ്ങിയെങ്കിലും ജഡേജ വേഗം ക്രീസിലേക്ക് തിരിച്ചു കയറുകയായിരുന്നു. മുന്നോട്ട് ഓടിത്തുടങ്ങിയ സർഫറാസ് ഖാൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചെങ്കിലും മാർക്ക് വുഡിന്റെ ഡയറക്റ്റ് ഹിറ്റിൽ സർഫറാസ് ഖാൻ നിർഭാഗ്യകരമായി റണ്ണൌട്ടാവുകയായിരുന്നു. അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറിയിലേക്കെന്ന് തോന്നിച്ച സർഫറാസ് ദൗത്യം പൂർത്തിയാക്കാതെയാണ് മടങ്ങിയത്. അനാവശ്യ റണ്ണൌട്ടിൽ ദേഷ്യപ്പെട്ട് ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്റെ ക്യാപ്പ് വലിച്ചെറിയുകയും ചെയ്തു. എല്ലാ ഇന്ത്യൻ ആരാധകരുടെയും വികാരമാണ് അപ്പോൾ രോഹിത് ശർമ്മ പ്രകടിപ്പിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരണം. രവീന്ദ്ര ജഡേജയുടെ സെഞ്ചുറി നേടാനുള്ള സ്വാർത്ഥതയാണ് സർഫറാസ് ഖാന്റെ വിക്കറ്റ് തുലച്ചതെന്നും ചിലർ ആരോപിച്ച് രംഗത്തെത്തുകയുണ്ടായി. ഈ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. ക്രിക്കറ്റ് ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.